Hello, Mr. V. Rajesh. Hello, Mr. V. Rajesh. Hello, Mr. V. Rajesh. Hello, Mr. V. Rajesh. Unnai onnu paranjekam. Unnai onnu paranjekam. Unnai thanne paranjekam. Unnai thanne paranjekam. RSS in vaakkum kette. RSS in vaakkum kette. RSS in vaakkum kette. RSS in vaakkum kette. ഞങ്ങളുടെ നേരെ പോരിന് വന്ന. ഞങ്ങളുടെ നേരെ പോരിന് വന്ന. ഞങ്ങളുടെ നേരെ പോരിന് വന്ന. ഞങ്ങളുടെ നേരെ പോരിന് വന്ന. കയ്യും കെട്ടിയിരിക്കില്ല. കയ്യും കെട്ടിയിരിക്കില്ല. കണ്ടില്ലെന്ന് നടിക്കില്ല. കണ്ടില്ലെന്ന് നടിക്കില്ല. വ്യവസായ സംരക്ഷണത്തിന് വേണ്ടി KSRTC വീണ്ടും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. കുരങ്ങന്റെ കയ്യിലെ പൂമാല കിട്ടിയതുപോലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പറ്റിയ ചെറിയൊരു തെറ്റിന്റെ പേരിൽ അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDA മുന്നണിയുടെ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ മേയറായ ശ്രീ VV രാജേഷ് ഭരണമേറ്റോടെ തന്നെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഏതോ ഒരു മൂഢസംഘത്തിലെന്ന പോലെ നമ്മുടെ ചാക്കോമേഷ് പറയും പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് എന്ന് പറയും പോലെ അദ്ദേഹം കണ്ടുപിടിച്ചത് KSRTCയുടെ ആകെ ചലനമെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ സഹായത്തോടു കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി നൽകിയ 113 ബസ്സിലാണ് KSRTCയുടെ ചലനമെന്ന ഒരു വീക്ഷയാണ് അദ്ദേഹം ഇവിടെ പുറപ്പെടുവിച്ചത്. ആകെ 5000 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രതിദിനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 11 കോടി വരെ കളക്ഷൻ എത്തിയിരിക്കുന്ന KSRTCക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 113 ബസ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ള കാര്യം ബഹുമാനീയനായ മേയർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഈ ധർണയിലൂടെ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അതിനെതിരെ നടക്കുന്ന ചർച്ചവിധികളും യാദൃശ്ചികമാണ്, അല്ലെങ്കിൽ അത് VV രാജേഷിന്റെ മാത്രം അഭിപ്രായമാണെന്ന് കരുതാത്തത്ര മൂടലല്ല KSRTCയിലെ തൊഴിലാളികളും വിശിഷ്യ KSRTC. കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ രാജ്യത്തെ പൊതുമേഖലാ RTCകൾക്കെതിരെ നടത്തുന്ന നടപടികളുടെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നാണ് നമ്മൾ കാണുന്നത്.